തിരുവനന്തപുരത്ത് കനകക്കുന്ന് പാലസിൽ ഓണാഘോഷ പരിപാടികളോടനുബന്ധിച്ച് നടന്ന സ്റ്റാളുകളിൽ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് ശ്രീകാര്യം ലയള കോളേജിലെ PG സ്റ്റുഡൻസ് ഓർഗനൈസ് ചെയ്ത വയനാടൻ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും ചാരിറ്റി സർവീസും. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ പേരെങ്ങനെയാ? എന്റെ പേര് അലൻ എന്നാണ്. ഓക്കെ, നിങ്ങൾ സ്റ്റുഡൻസ് ആണ്? അതെ, ഞങ്ങൾ ലയോള കോളേജ് ശ്രീകാര്യത്തിലെ സ്റ്റുഡൻസ് ആണ്. സെക്കൻഡ് ഇയർ MA HRM സ്റ്റുഡൻസ് ആണ് ഞങ്ങൾ എല്ലാവരും. ഓക്കെ, ഈ ഒരു സംഭവം തുടങ്ങാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ എവിടെ നിന്നാണ് കിട്ടിയത്? ഞങ്ങളുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് വയനാട് ഒരു ഓണ്ടർപ്രണർ വിസിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പോയതെല്ലാം സെൽഫ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കമ്പനികളിലാണ് എല്ലാം ഞങ്ങൾ പോയിട്ടുള്ളത്. എല്ലാം കൂടുതൽ സ്ത്രീകളായിരുന്നു. അപ്പൊ അവര് മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ഇതെല്ലാം. വയനാട് മേപ്പാടി എന്ന് പറയുന്ന ദുരന്ത ബാധിത മേഖലയിലുള്ള സ്ഥാപനങ്ങളാണ് ഇതെല്ലാം. ഞങ്ങൾ ആ ദുരന്തം കഴിഞ്ഞതിന് ശേഷമാണ് പോയത്. മൊത്തത്തിൽ മാർക്കറ്റ് ഡള്ളായി നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ അവിടെ പോവുകയും ഈ സാധനങ്ങളെല്ലാം മാനുഫാക്ചർ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഓർഗാനിക്കും പ്യൂറുമായിട്ട് തോന്നുകയും അങ്ങനെയാണ് ഞങ്ങൾ ഇതെല്ലാം അവിടുന്ന് പർച്ചേസ് ചെയ്ത് ലയോള സ്കൂളിൽ തന്നെ സ്കൂൾ ഡേ അനുബന്ധിച്ച് ഒരു ദിവസം ഞങ്ങൾ 2 ദിവസം ഈ കുരമ്പ എന്ന് പറയുന്ന പേരിൽ ഞങ്ങളൊരു സ്റ്റോൾ ഇട്ടു. അവിടെ ഇത് പാരൻസും കുട്ടികളും ഞങ്ങളെ ഏറ്റെടുക്കുകയും നല്ല രീതിയിലൊരു വലിയ സക്സസ് ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു വിഹിതം ഞങ്ങൾ ചാരിറ്റി ആയിട്ട് തിരിച്ച് മേപ്പാടിക്കാർക്ക് കൊടുക്കുകയും ബാക്കി ഞങ്ങൾക്കൊരു മാനേജ്മെന്റ് ഫെസ്റ്റ് ഉണ്ട് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് നടത്തുന്നത്, അതിനു വേണ്ടി ഞങ്ങൾ എടുക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇതിന്റെ പേര് തന്നെ കേച്ചിയാണ്. കുരമ്പെ എന്ന് പറഞ്ഞാൽ പണിയ വിഭാഗം, വയനാട്ടിലെ പണിയ വിഭാഗം എന്ന് പറഞ്ഞ ഒരു ട്രൈബൽ സൊസൈറ്റി ഉണ്ട്. അവരുണ്ടാക്കുന്ന ഒരു കൊടയുടെ പേരാണ് ഈ കുരമ്പെ എന്ന് പറയുന്നത്. അതായത് മുളയും പൂവയുടെ ഇലയും കൊണ്ടുണ്ടാക്കുന്ന ഒരു കൊടയാണ്. വയനാടിന്റെ കൈത്താങ് എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പം ഇത് അതിന്റെ സെക്കൻഡ് വെർഷൻ ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത്. അന്ന് ചെയ്തത് ലയോള സ്കൂളിന്റെ അകത്തുള്ള ഒരു ക്ലോസ്ഡ് എൻവയോൺമെന്റിലാണ് അന്ന് ചെയ്തത്. ഇന്നങ്ങനെയല്ല. ഞങ്ങളിപ്പോ 6ാമത്തെ ദിവസമാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. വലിയ ഒരു ജനക്കൂട്ടമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഞങ്ങളെ ഒരു നെല്ലിക്ക കണ്ടല്ലോ. അതെ, അത് തേൻ നെല്ലിക്കയാണ്. ഇതില് മൊത്തം 400 ഗ്രാമുള്ള നെല്ലിക്കയാണുള്ളത്. 3 മാസം വരെ ഞങ്ങൾ ഇട്ട് വെച്ചേക്കുന്നതാണ്. 3 മാസം വരെ തേനിൽ മുങ്ങി കിടന്നതിന് ശേഷമാണ് ഇത് ഞങ്ങൾ ലേബൽ ചെയ്യുന്നത്. അപ്പോ അതിന്റെ കുരു വരെയുള്ള ഭാഗം നമുക്ക് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റും. അതെ, നല്ല രീതിയിൽ മധുരം പിടിക്കാൻ പറ്റും. ഇത് ഹെൽത്തി വൈസ് ആണോ നിങ്ങൾ? അതെ, ഇതെല്ലാം ഹെൽത്തിയാണ്. അതായത് ഇതില് സാധാരണ എല്ലാവരും പഞ്ചസാര ലൈൻ ഉപയോഗിക്കും, പക്ഷെ ഞങ്ങൾ കൽക്കണ്ടമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പനയെന്നുള്ള പ്രോഡക്റ്റ് ആയതുകൊണ്ട് അതിന് കുറച്ചും കൂടെ നാച്ചുറലായിട്ട് നല്ല പ്രോഡക്റ്റാണ്. ഓക്കെ, അപ്പൊ ഇനി നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? ഞങ്ങൾ ഇത് നടത്തുന്നത് വീണ്ടും ലാത്തരംഗം എന്ന് പറയുന്ന ഞങ്ങളുടെ മാനേജ്മെന്റ് ഫെസ്റ്റ് വീണ്ടും വരുന്നുണ്ട്. അതിന്റെ അടുത്ത വെർഷൻ വരുന്നുണ്ട്. ഞങ്ങൾ ചെയ്യേണ്ട പ്രോഗ്രാമാണ്. അപ്പൊ അതിന് ഞങ്ങൾക്ക് പൈസ ആവശ്യമുണ്ട്. അതിന്റെ ഫണ്ട് ജനറേഷനും പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഞങ്ങൾ ചാരിറ്റിയാണ്. അപ്പൊ വയനാടുകാർക്ക് നിങ്ങളൊരു അനുഗ്രഹമാണ്. ഇതിന്റെ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ളത് മസാലയും കാർഡമും ഏലക്കയും ഉണ്ടായിരുന്നു. അതൊക്കെ തീർന്നു പോയി. ഇപ്പൊ മസാല മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 1, 2, 3 ബോക്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതും 200 ഗ്രാം തേയില പൊടിക്ക് 180 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ പുൽത്തൈലമുണ്ട്. പുൽത്തൈലത്തിന് 160 രൂപയാണ് റേറ്റ് വരുന്നത് 100 ml. പിന്നെ കാട്ടു തൈലമുണ്ട്, യൂക്കാലി തൈലമുണ്ട്, പിന്നെ അലോവേറ ജെൽ, കുക്കുംബർ ജെൽ, ഇതെല്ലാമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ്. പിന്നെ കാട്ടുതേനുണ്ട്. കാട്ടുതേൻ പല കസ്റ്റമേഴ്സ് ഇവിടെ വന്ന് ചെക്ക് ചെയ്ത് നോക്കി വാങ്ങിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്. അതായത് 2-3 പ്രാവശ്യം വാങ്ങിച്ചിട്ടും അവരെ പറ്റിച്ചിട്ടുണ്ട്. അപ്പൊ അത് കാരണം നിങ്ങളുടെ എങ്ങനെ റിയൽ ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുമെന്നുള്ള ക്വസ്റ്റ്യൻ വന്നു. പല ആൾക്കാർ ഇവിടെ വെച്ച് തന്നെ ഞങ്ങളുടെ ഫ്രണ്ടിൽ വെച്ച് ഇത് ഓപ്പൺ ചെയ്തു, വെള്ള പേപ്പറിൽ ഒഴിച്ച് നോക്കുകയും വെള്ളത്തിൽ ഒഴിച്ച് നോക്കുകയൊക്കെ ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് പോയ ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നൈസ് ടോക്കിംഗ് വിത്ത് യു. വയനാട്ടിലെ സ്ത്രീ സംരംഭകർക്ക് പുതിയ ഉപഭോക്താക്കളെ കണ്ടെത്താനും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കായി വലിയ വിപണികൾ കണ്ടെത്താനും ഈ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ സഹായകമാകുന്നു. ഇവരുടെ പ്രവർത്തനം മറ്റുള്ളവർക്കും ഒരു മാതൃകയാണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക.